VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. വണ്ടൂരിൽ ആവേശമായി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് വണ്ടൂരിൽ ഉജ്ജ്വല സ്വീകരണം. ടാക്സി സ്റ്റാൻഡിലെ സ്വീകരണത്തിലേക്ക് നിലമ്പൂരിൽ നിന്നും 6:15 അദ്ദേഹം എത്തിയത്. DCC പ്രസിഡന്റും അതുപോലെ തന്നെ വർക്ക് പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ പ്രിയപ്പെട്ട അനിൽകുമാർ അവരെ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് സഹായിക്കാം. പ്ലീസ്. പ്ലീസ് ഒന്ന് കേരള ഒന്ന് ഒതുങ്ങിക്കാരി. നമുക്ക് യോഗ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമുക്ക് പരിപാടി തുടർന്നവരെ നമ്മൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കൊരു യാത്രയുമായി പോയി. ഈ യാത്ര പരമ്പരാഗതമായി നമ്മൾ നടത്തുന്ന യാത്രയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള യാത്ര. 10 വർഷക്കാലം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയവരെ ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അവരെ കേരളത്തെ ഇല്ലാതാക്കി ഒരു നാട് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു നാട് നിലനിൽക്കുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ നാടിന്റെ നട്ടല് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, ക്ഷേമ പരിപാടികൾ നടത്താൻ ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ സമ്പദ് വ്യവസ്ഥയാണ് ഇവർ മുച്ചൂട് മൂടിപ്പിച്ചത്. രാവിലെ കൊണ്ടോട്ടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം അരീക്കോട്, നിലമ്പൂർ ചുറ്റിയാണ് വണ്ടൂരിലെത്തിയത്. നിലമ്പൂർ റോഡിൽ നിന്നും തുറന്ന ജീപ്പിലാണ് പ്രവർത്തകർ സ്വീകരണ നഗരിയിലേക്ക് ആനയിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂരിൽ നിന്നാകണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു. ഇന്നു മുതൽ അതിനായി ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. P. അബ്ദുൽ ഹമീദ് MLA സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. P. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, KPA മജീദ് MLA, DCC പ്രസിഡന്റ് VS ജോയ്, ആലിപ്പറ്റ ജമീല, PA അബ്ദുൽ ജമീൽ, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, E. മുഹമ്മദ് കുഞ്ഞി, ജോജി K. അലക്സ്, TP ഗോപാലകൃഷ്ണൻ, VAK തങ്ങൾ, KC കുഞ്ഞിമുഹമ്മദ്, KT അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.